എന്താണെന്ന് അറിയത്തില്ല, മുടിഞ്ഞ ബ്ലോക്കാണ്. എന്ത് കാര്യമാണ് അവിടെ, എന്തോ ജാഥയാണെന്ന് തോന്നുട്ടോ. ബ്ലോക്ക് കാരണമാണ്, ജാഥ കാരണമാണ് നമ്മൾ ഇത്രയും വൈകിയത്. ഒരു 20 മിനിറ്റ് വെറുതെ പോയി. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മുടെ ഡ്രങ്കൻജി അങ്ങോട്ട് വന്നേക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് അതെന്തായാലും ബിവറേജിൽ ഒന്നും സാധനം മേടിക്കുന്നില്ല, കാരണം ബിവറേജിൽ പോയി ക്യൂ നിൽക്കാനും ഒന്നും സമയമില്ലാത്തത് കൊണ്ടും നമ്മുടെ ലൊക്കേഷൻ അവിടെ അല്ലാത്തത് കൊണ്ടും നമ്മളിപ്പോ എന്തായാലും നമ്മുടെ റമദയുടെ ടിക്കി ഔട്ട്ലെറ്റിൽ നിന്നാണ് നമ്മളിന്ന് സാധനം മേടിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ സാധനവും മേടിച്ചിട്ട് നമ്മുടെ സ്വന്തം ഹോം സ്റ്റേയിലാണ് നമ്മുടെ ജവാൻ ഇന്ന് തല കീഴായിട്ട് വാരിയെടുത്ത് അടിക്കാൻ പോകുന്നത്. ഇന്ന് ജവാന്റെ കാര്യത്തിലും ഞങ്ങളുടെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാകും, അത് ഉറപ്പാണ്. നമ്മ ഇവിടെ പാർക്ക് ചെയ്യില്ല, നമ്മളിവിടെ പാർക്കിംഗ് ഗ്രൗണ്ട് ഒക്കെ അടിപൊളിയാക്കിയിട്ട് ഇവര്. നമ്മളന്ന് രാത്രി ഒന്നാറും മനസ്സിലായില്ല. പക്ഷെ നമുക്ക് നമ്മുടെ സ്വന്തം BAR ഇവിടെയാണ്. നമുക്ക് അങ്ങേ അറ്റം കൊണ്ട് വണ്ടി ഒന്ന് പ്രതിഷ്ഠിക്കാം, കാരണം നമുക്ക് ടിക്കി ബാറിൽ നിന്നാണ് സാധനം വാങ്ങേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ വണ്ടി ഇടാം, കുറച്ച് നടപ്പ് ഒഴിവാവുമല്ലോ. ഓക്കെ, 2 വർഷത്തിന് മുകളിലായിട്ടുണ്ടല്ലേ. ഞാനും ഡ്രങ്കനും നമ്മുടെ വാട്ടർമാനും കൂടെ ചേർന്നായിരുന്നു ജവാൻ ലാസ്റ്റ് ട്രൈ ചെയ്തത്. ആ കൂടെ ഒരേ ഒരു പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതും ഇതേപോലെ തന്നെ ഒരു സാഹചര്യത്തിലായിരുന്നെങ്കിൽ ഇതും അതേ സാഹചര്യത്തിലാണ് അല്ലെ ഡ്രങ്കൻസി? അന്നും ഇതുപോലൊരു പകലായിരുന്നു, ഒരു ഉച്ച സമയമായിരുന്നു എന്റെ വിശ്വാസം. പേടിക്കാൻ എന്തിരിക്കുന്നല്ലേ, നമ്മൾ ഏത് സാഹചര്യത്തിനെയും അഭിമുഖീകരിക്കും, അതാണ് ഡ്രങ്കൻ. ഗായ്സ്, വളരെയധികം എന്താ പറയുക, ദുഃഖത്തോടെ ഒരു കാര്യം പറയാം അല്ലേ ഡ്രങ്കൻജി? അതായത് മറ്റൊന്നുമല്ല, നമ്മൾ ജവാൻ മേടിക്കാം, ജവാൻ ഉണ്ട് എന്ന് ഞാൻ വിളിച്ച് ചോദിച്ചിട്ടാണ് ഞാൻ ആക്ച്വലി പോയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സാധനം ഇല്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ കേട്ടത് ജനത എന്നാണ് കേട്ടത്, ജവാൻ എന്ന് തെറ്റിദ്ധരിച്ചതാണ്. അത് കാരണം സാധനമില്ല. അതായത് പുള്ളിക്കാരൻ ഏകദേശം 1 വർഷത്തോളമായി ഇവിടെ സാധനം ജവാൻ ഇവിടെ വന്നിട്ടെന്നാണ് പുള്ളിക്കാരൻ. പക്ഷെ എന്തായാലും നമുക്കിന്ന് ഷൂട്ട് ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. ജവാൻ എന്തെങ്കിലും കയ്യിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യും. എന്താണോ ചിരിക്കുന്നത്? എന്താ ചിരി? നേരത്തെ പറഞ്ഞാണല്ലോ. അതെ, സത്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ സാധനം ഇപ്പൊ കിട്ടാൻ സാധ്യത ഇല്ലെന്നുള്ളത്. പക്ഷെ എങ്കിലും വിളിച്ചു ചോദിച്ചപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് നമ്മൾ വന്നതല്ലേ. അപ്പൊ അത് കാരണം എന്തായാലും ഉള്ളത് വെച്ച് ഓണം പോലെ എന്തായാലും ജവാൻ നമ്മൾ വീണ്ടും ഒരിക്കൽ ചെയ്യുന്നതായിരിക്കും അല്ലേ ഡ്രങ്കൻജി? അപ്പൊ എന്തായാലും ജനതയാണ് നമ്മൾ ഇന്ന്, ജനത ഗ്യാരേജ് ലാലേട്ടന്റെ പടം പോലെ അല്ലെ. അപ്പൊ ഇന്ന് ജനത ഒരു ലിറ്റർ മേടിച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന്, അതുകൊണ്ട് ജവാനാണെന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് കഴിക്കാം അല്ലെ. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് എൻജോയ് ദ വീഡിയോ ഓഫ് MDTV. ഡ്രങ്കൻജി പിന്നെ ഇങ്ങനെയാണല്ലോ, പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് വണ്ടിക്കകത്തിരുന്ന് തന്നെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. പുള്ളിക്കാരന്റെ ഫേവറേറ്റ്, കഴിഞ്ഞ ജന്മത്തിൽ കപ്പ കഴിച്ച് ചത്തുപോയ മൂഷികനായിരുന്നു. അത് കാരണം കപ്പ കണ്ടപ്പോ ഡ്രങ്കൻജിക്ക് ഇതിന്റെ പറ്റുന്നില്ല അല്ലേ, എന്തിനാ വെച്ചോണ്ടിരുന്നുണ്ടല്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോയാലോ. ജവാൻ ഒരു തീരാ ദുഃഖമായി മാറിയല്ലോ നമ്മുടെ ഉള്ളില്. എന്തിനാണെന്നാ ഡ്രങ്കൻജി ഇപ്പൊ ചിന്തിക്കുന്നത് എന്താന്ന് എനിക്കറിയാവേ. ഉള്ളി ഒരു ആപത്തിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നാണ് ഡ്രങ്കൻജി ചിന്തിക്കുന്നത് അല്ലേ. വെറുതെ ജവാൻ അടിച്ചിനി ഉള്ള വ്യാജമദ്യം അടിച്ച് ചാവണ്ടല്ലോ എന്നല്ലേ. ഓക്കെ ഗായ്സ്, അപ്പൊ ഫൈനലി നമ്മൾ എത്തി. ഇതുപോലൊരു വീഡിയോയിലോ സെയിം റൂമിലായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇതേ പരിപാടിക്ക് വന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കമ്പനിക്കാരൻ നമ്മുടെ കൂടെ ഇല്ലെന്ന് അല്ലേ ഡ്രങ്കൻജി? ജവാൻ പകരം ഇന്ന് ജനത അല്ലെ, രണ്ടിലും ഉണ്ട് അല്ലെ. അപ്പൊ പിന്നെ നമുക്ക് ജവാനാണെന്ന് തന്നെ അങ്ങോട്ട് മനസ്സുകൊണ്ട് വിലയിരുത്താം. പക്ഷെ ജവാനാണെന്ന് വിചാരിക്കണ്ടല്ലേ, ജവാൻ കൊള്ളൂല അല്ലെ എന്നാലും പറയുന്നത്. കയ്യിലിരിക്കൊണ്ടാണല്ലോ ജവാൻ നിർത്തലാക്കേണ്ടി വന്നത് ഇപ്പൊ തൽക്കാലം അല്ലെ. ജനത നല്ലൊരു സാധനമാണെന്ന് വിശ്വസിക്കാം അല്ലെ ഡ്രങ്കൻജി? പണി തുടങ്ങിയാലോ അതിനോട് ഗ്ലാസ് എടുക്കണം അല്ലേ. നമുക്ക് എന്തായാലും പോയി ഗ്ലാസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഇവിടെ CCTV ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കണം, അതിന്റെയാണ് ഈ കാണുന്ന ബഹളം. അഗ്രാജ്, ഡ്രങ്കൻജിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കപ്പ വറുത്തത്. പിന്നെ ഇത് നല്ല അടിപൊളി സ്വയംപൻ മിക്സർ, നല്ല ക്രിസ്പി മിക്സറാണ്, ഫ്രഷ് സാധനമാണ്. കവറിന്റെ ഇറക്കണം. അതീന്ന് ക്ലോസപ്പിൽ കപ്പ വേണ്ടി എടുക്കുന്നത് കണ്ടു. ഓക്കെ, ബാക്കിയുള്ള മെയിൻ സാധനം കാട്ടിക്കൊടുക്കും ഡ്രാഗൻ. താങ്കളും ഡ്രങ്കൻ അത് പൊട്ടിക്കിട്ട് ആ സമയത്ത് ഇതാ അച്ചാർ. കട്ട റമ്മിന്റെ ഇവിടെ അച്ചാർ ഇല്ലെങ്കിൽ പറ്റത്തില്ല, നമുക്കറിയാം. മൈനൈസ്
ആൻഡ് സാലഡ്. ഡ്രങ്കൻ വിചാരിക്കും അൽഫാം ആയിരിക്കുന്നു, പക്ഷെ അല്ല, അൽഫാമിന്റെ തന്നെ വേറൊരു പതിപ്പ്. അതൊന്ന് വരച്ച് കീറി ഡ്രങ്കൻ. എന്നിട്ട് അവിടെ അല്ല എടുത്ത് വെച്ചാൽ ഇങ്ങോട്ട് ഇല്ല, എടുത്ത് വെക്കുമോ അമ്മാരെ? രണ്ടിനെ എടുത്ത് വെക്കേ. അതെന്താണ് ഡ്രഗൻ? ഇതാണ് രണ്ട്. ആ അത് രണ്ടാക്കി ചിലപ്പോ 2 പീസാക്കി ആവാൻ വേണ്ടി. ബീഫ് അൽഫാമാണ്, ബീഫാണ്. ബീഫ് എങ്ങനെയുണ്ട്? ഒരു ചെറു പീസ് ഇപ്പഴേ പടക്കുന്നത്, അത് കട്ട അടിച്ചിട്ട് മതിയാ? ബീഫ് തന്നെയാ, പിന്നെ അല്ലാതെ ബീഫാണോ? ഇല്ല, എല്ലാത്തും മാംസമുണ്ട്. ചിക്കനാണോ അത്? ചിക്കനാണോ? പാണ്ടി കരിമ്പാറകള്, ഞാൻ ബീഫ് അൽഫാം ഓർഡർ ചെയ്തിട്ട് അവന്മാർ ചിക്കൻ അൽഫാം തന്ന വീട്ടില്ല ഞാൻ. അപ്പൊ സ്വിഗ്ഗിയിൽ ഇന്ന് പണി നിന്നു, തന്തയില്ലാത്ത സ്വിഗ്ഗി. നമ്മൾ ബീഫ് അൽഫാം ഓർഡർ ചെയ്തു, അവന്മാർ ചിക്കൻ അൽഫാം ഓർഡർ ചെയ്ത് തന്നു. ഇതാണ് അവന്റെ സ്വിഗ്ഗിയുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. സ്വിഗ്ഗിയുടെ ഒരുപാട് ഓർഡർ ആക്കാൻ ചെയ്യും. ഇത് പാക്ക് ചെയ്ത് തരുന്ന മറ്റടുത്ത റെസ്റ്റോറന്റ് ഉണ്ടല്ലോ, നെഹൽ റെസ്റ്റോറന്റ്, ഇവന്മാർ ഇത് 2ാമത്തെ തവണയാണ് ഈ തന്തയില്ലായ്മ കാണിക്കുന്നത്. ഇതിന്റെ നമുക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ഇവർ ഓർഡർ അവന്മാർ വേറെ മുമ്പേ അവന്മാരത് മനസ്സിലായല്ലോ. നമ്മൾ എന്ത് ഓർഡർ ചെയ്തോ അതല്ലായിരിക്കും അവന്മാർ. നെഹൽ റെസ്റ്റോറന്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പിൻ ചെയ്യാം. അവിടെ വിളിച്ച് 2 തെറി പറയാൻ ഇപ്പൊ സമയമില്ല, അതുകൊണ്ടാട്ടോ ഇമാതിരി പോക്കുതരം കാണിക്കും. എന്തായാലും ഭക്ഷണം ആയതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ എന്താണ് നമ്മൾ ആഗ്രഹിച്ചത് അത് കിട്ടാതെ അതിന്റെ സ്ഥാനത്ത് മറ്റു കിട്ടാൻ നമുക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യവും നിരാശയൊക്കെ വരും. പക്ഷെ ഇപ്പൊ ദേഷ്യത്തിന്റെ നിരാശയുടെ സമയമല്ല, അല്ലേ ഡ്രങ്കൻ ചെയ്യും? എന്തായാലും ഡ്രങ്കൻ ഓക്കെ ആണെന്ന് പറയുന്നു. നമുക്ക് പരിപാടി ഇറങ്ങാം. ഫസ്റ്റ് റൗണ്ട് മൈക്ക് വഴി റെഡിയാണോ? അല്ല അടപ്പ് ഞാൻ അവിടുത്തെ പിരിവെട്ടി പോയത്. ജനത ഗാരേജ്. എന്താണോ ഞാൻ ഇത്തിരി ദൂരോട്ട് മാറിയപ്പോ താനങ്ങ് ഒഴിച്ച് തീർക്കാൻ വിചാരിച്ച? ആ ഞെങ്ങിപ്പോലെ പാണ്ടിക്കരിമ്പാറ കുപ്പി മോനെ. ആ അതെ, അത് റീസൈക്കിൾ ചെയ്ത് വരുന്നതായിരിക്കുള്ളൂ. വീണ്ടും 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 പണ്ടൊരിക്കൽ അടിച്ചാന്ന് തോന്നുന്നു ജനത. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ജനതയെ ഞാൻ നമ്മുടെ വോട്ടർമാനും കൂടാൻ തോന്നുന്നു, ഓർക്കുന്നില്ല. താൻ കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. എന്തൊരു ഐസാ അതിനകത്ത്. മഞ്ഞുമലയിൽ നിന്ന് ഉരുക്കിക്കൊണ്ട് വന്ന വെള്ളമാണോ? എന്താണ് തനിക്ക് സോഡ വേണ്ടേ? ഡ്രൈ ആണ് അടിക്കാൻ പോണേ? വെള്ളം ഇച്ചിരിയല്ലേ ഉള്ളു. സ്റ്റിക്കർ ഒന്നും വേണ്ടേ ഇപ്പൊ? ആ സ്റ്റിക്കർ പോയി താഴെ പോയില്ലേ വേണ്ടായിരുന്നു. ആ ബാറിൽ നിന്ന് മേടിക്കുമ്പോ അങ്ങനെ. ശരി, ആ അതാണ് ഞാനും ആലോചിച്ചത്. ചാത്തനാണെന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ ഓക്കെ, പണി തുടങ്ങാം. യെസ്. ഓക്കെ ഗൈസ്, അപ്പൊ ജവാൻ വരും ജനത അല്ലേ? രണ്ടുപേരെ കുടുംബത്തിലെ റമ്മാണ് ഫ്ലൈബോൾ ബോട്ട്. ചേർച്ചയോ റമ്മാണ് മോനെ. പിക്ചറാണ് എനിക്ക് വേണ്ടത്. ചേട്ടാ അടുത്ത റൗണ്ട് മൈക്ക് വഴി ഒഴിച്ചോളൂ. സാധനം എങ്ങനെയുണ്ട്? കട്ടയല്ലേ? ആള് സ്ട്രോങ് ആണ്, നെരിപ്പാണ്. താണിതിന് കയറ്റി പിടിക്കുന്നേ. നിർത്തിയെന്നാ ഡ്രങ്കരാജ്. ഈ റൗണ്ടിന് വേണ്ടി ഞാൻ അച്ചാറൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഡ്രാഗൻ. അച്ചാറാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. അതെ തീർച്ചയായിട്ടും. ഡ്രങ്കിന് എവിടെ പടക്കണം എന്നറിയത്തില്ല, അവിടെ ഇവിടെ എല്ലാം. ഓക്കെ, വാരി ഇടിയുണ്ട് ഡ്രാഗൻ ജി. പിടിക്കാൻ ഡ്രാഗൻ ജി, തനിക്ക് അച്ചാർ വേണം? Cheers. നിന്റെ ചോദ്യം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു അതിലേക്ക് അച്ചാർ ഒഴിക്കാൻ പോയിരിക്കും. അടിപൊളി നാരങ്ങ.
കാണിച്ചുണ്ട ഒഴുകി വീഴടാ. നെരിപ്പ് ഇവിടെ തന്നെയാ. അതാരല്ല. ഓക്കെ ആ അമങ്ങി പോകുന്നില്ല പാരട്ട കുപ്പി. അതോടെ പലതവണ റീസൈക്കിൾ ചെയ്തോണ്ടായിരിക്കടോ തിന്നായി പോയത്. ഭയങ്കര തണുപ്പ് കേട്ടോ. സോഡ രക്ഷയില്ല. ഇതിന് നല്ല കട്ടിയത്. അതെ സത്യം അല്ലേ? പിന്നെ ഇത് ട്യൂബ് വേണ്ട സംഭവം. ഇതിന്റെ അകത്ത് സോഡയും കിട്ടും, ഐസ് കിട്ടും. അതെ താൻ അറിഞ്ഞു മേടിച്ചാൻ തോന്നല്ലോ. അതെ. ഓ ഞാൻ അവിടെ തൊട്ടപ്പോ ഉടനെ അവിടെ വന്ന് പിടിച്ചു. എന്താണ് ട്രങ്കിന് നല്ല ക്രിസ്പി സാധനമാണ് അല്ലേ? അടിപൊളി. നിർത്താൻ പറ്റുന്നില്ല. മൈനസ് ഉണ്ടോ എനിക്ക്? മൈനസ് വിരോധിയാണ്. ശരിയാ, ഇതിന്റെയൊക്കെ കൂടെ അടിച്ച് തട്ടിപ്പോ നടക്കുന്നത്. തലക്കേറി പിടിച്ചിട്ടുള്ളൂ. ആരല്ല ജനത കയറി പിടിച്ച്. ഈ സോഡയും കൂടെ കയറി തണുപ്പ് ഒട്ടടി കയറിട്ടെ തല കയറി ഒരു വല്ലാത്തൊരു പിടുത്തം. കണ്ണും പിടിക്കുന്നില്ലെന്ന് തോന്നുന്നു. അല്ല ഗ്ലാസ് എടുത്ത് പൊക്കി പിടിച്ചൊക്കെ ഒഴിക്കുന്നു. സൂക്ഷിച്ച് നോക്കി ഒഴിക്കും. എല്ലാ ജനതയുടെ മായാജാലം. ഇത് കഴിക്കുമ്പോഴാണ് വായിലോട്ട് ടേസ്റ്റ് തിരിച്ചു വരുന്നത്. കുമ്പിടി ട്രങ്ക്. ചിക്കനാണ് ഞാൻ ബീഫ് കൊടുത്താ കണ്ടല്ലേ ഇത് ബീഫാ കിടക്കുന്നത്. ആ പന്നകൾ വരാത്തല്ലോ നമ്മൾ കുഴപ്പമാണ്. അല്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ പാളിച്ച തുടക്കം മുതലാണ് ഞാനെന്ത് ചെയ്യാൻ ജയവാൻ അടിക്കുമെന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. എന്നോട് ചോദിച്ചാണ് കിട്ടുവാന്ന് ചോദിച്ചു. വിളിച്ചു ചോദിച്ചില്ല. ആ പ്രാന്തന് കേട്ടത് മാറിപ്പോ എന്റെ കുഴപ്പമാണ്. അപ്പൊ അത് പിന്നെ അത് കഴിഞ്ഞപ്പോ ഈ സാധനം മാറി. അതെ ഇന്ന് മൊത്തത്തിൽ പാളിച്ചയാണല്ലേ ഇടങ്ങൻ. വന്നപ്പോഴേ ബ്ലോക്ക്. അതെ വരുന്നതിന് മുമ്പേ ബ്ലോക്ക് പണ്ട് ഇടങ്ങനായിട്ട്. ഇവിടെ മൂടിയിട്ടേക്കുന്നത് എന്തോ മൂടിയിട്ടേ ഇതൊന്നും തനിക്കാനുള്ള കുടഞ്ഞെടുക്കണോ കാടും പടലവും കളഞ്ഞ് ചെറിയൊരു പീസ് എനിക്ക് വെച്ചാൽ മതി. എടുത്തോ. അല്ലേ വേണ്ട താൻ എടുത്തോ. എടുത്തോ അടിക്കാനോ? ഞാൻ ഇത് ദേഷ്യം എനിക്ക്. കാരണം നമ്മൾ ഉദ്ദേശിച്ചത് വേറെയാണല്ലോ. എനിക്ക് വേണ്ട. എടുത്ത് വായോട്ടിട്ട് എല്ല്. എന്തായാലും ജനത ഒരു ഐറ്റം സാധനം തന്നെ കേട്ടാ. ജനത ഇതിനു മുമ്പ് ഞാൻ ട്രൈ ചെയ്തു നമ്മുടെ വാട്ടർമാനായിട്ട് പണ്ടെങ്ങാണ്ട്. പക്ഷെ അന്ന് നമുക്ക് ഇത്രയൊന്നും പിടുത്തം കിട്ടിയിട്ടില്ല. ഇന്ന് ഡ്രങ്കൻ ഒരുമാതിരി വല്ലാത്ത ഒഴിയായിട്ട് ഒഴിച്ചത്. വല്ലപ്പോഴും മാത്രം അടിക്കുന്നതിന്റെ അഹങ്കാരമാണല്ലോ ഡ്രങ്കൻ ചെയ്യുന്നത്. എന്തായാലും കൊള്ളാം. എന്തെങ്കിലും ജവാൻ വന്നാൽ നമ്മൾ ആ വീഡിയോ ചെയ്യും കേട്ടോ.
ഇന്ന് ശരിക്കും മനസ്സിന് നൊമ്പരമായി പോയി. നമുക്ക് അടുത്ത റൗണ്ട് എടുത്ത് നിർത്തിയാലേ? ഇതോട് വെറുതെ അടുത്ത് വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇത് വെറുതെ വെച്ചിരിക്കുക. എനിക്ക് സോഡ കത്തിലുണ്ട്. ശരിയാ കഷ്ടകാലം വരുമ്പോ അങ്ങനെയാണ്, എല്ലാം കൂടെ ഒരുമിച്ച് നമ്മുടെ തലയിലോട്ട് കയറും. എല്ലാം വെക്കുമ്പോഴേക്കും പടവെന്ന് പറഞ്ഞു വീട് എല്ലാം തൈപ്പഴത്തെ ലാസ്റ്റ് രണ്ട് മയക്കവിടെ റെഡിയാണോ? ഇല്ല. കമോൺ ട്രങ്കരാജ്, താങ്കളുടെ അൽഫാം കോഴി മന്തി അല്ല കോഴി എന്താണ് പച്ചക്കറിയൊക്കെ വിതർന്നിട്ടു? പച്ചമുളക്. ഓ അതാണ് എടുത്ത് വിടാഞ്ഞല്ലേ? പച്ചമുളകും ക്യാബേജ്. എന്നാ ഞാനും എടുത്ത് വിതറട്ടെ. അണ്ണാക്കോട്ട് പോയി കൊണ്ട കപ്പ കുത്തിക്കൾ ചത്താനിപ്പോ. രാജേ ആ ഇരിപ്പ് കണ്ടൊരു രസമില്ല, നമുക്കൊരു ചെറു റൗണ്ട് അടിച്ചല്ല. എന്താ ഇത്ര കോമില്ലായി കുറെ നാഗേശമല്ല? വേണ്ട, കട്ട സാധനം മനസ്സ് പറയുന്നത് പോലെ ചെയ്താലേ ചില പടി കിട്ടും ചിലപ്പോ. നമ്മള് സാധാരണ ഇത്ര കഴിക്കാറില്ല, പിന്നെ എന്താ ഒരു ഇതിന്റെ മേലെ ഒരു മനസ്സിന്റെ വിഷമം മൂലം കഴിച്ച് പോയി. ജവാൻ തരാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചില്ലേ മധ്യ ദൈവമേ. എന്തായാലും ജവാൻ എന്തെങ്കിലും വരും, നമ്മളത് കഴിക്കും. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു. പുതിയൊരു ബ്രാൻഡുമായി MDTV will be rolling on next week. അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് cheers. See you in the next video.